എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ വരൂ ഡിസ്കസ് ചെയ്യാം വെളിച്ചത്തിനായി ഒരു സോളാർ പാനൽ എങ്ങനെ അസംബിളും കണക്റ്റും ചെയ്യാമെന്ന്. ലക്ഷ്യം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. 1. ഒരു പാനലിനു വേണ്ടി ഒരു സീരീസ് പാരലൽ കോമ്പിനേഷൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് കണക്കാക്കുവാൻ. 2. ലാമ്പിലെ റിക്വയർഡ് പൊസിഷൻസിൽ 12 വോൾട്ട്സ് ബൈ 3 വാട്ട്സിന്റെ 4 LED ലാംപ്സ് ഫിക്സ് ചെയ്യുവാൻ. 3. ലാബിൽ ലൈറ്റ് വരെ പാനലിൽ നിന്ന് സർക്യൂട്ട് വയർ ചെയ്യുവാൻ. 4. ലാബിൽ വെളിച്ചത്തിനായി കൺട്രോൾ പ്രൊട്ടക്ഷൻ ഡിവൈസസിനൊപ്പം പാനൽ ബോർഡ് ഫിക്സ് ചെയ്യുവാൻ. 5. സോളാർ പാനൽസ് മിഡ് ക്ലാമ്പിലും റൂഫ് ടോപ്പിലും അസംബിളും ഇൻസ്റ്റാളും ചെയ്യുവാൻ. വരൂ നമുക്ക് ഈ എക്സസൈസ് ആവശ്യമായ ടൂൾസ്, എക്യുപ്മെന്റ്, മെറ്റീരിയൽസ് എന്നിവ അറേഞ്ച് ചെയ്യാം. 1. ട്രെയിനീസ് ടൂൾ കിറ്റ്. 1. 2. പവർ ഡ്രില്ലിംഗ് ഹാമറിംഗ് മെഷീൻ അനുയോജ്യമായ ഡ്രിൽ ബിറ്റ് സഹിതം 1 സെറ്റ്. 3. സോളാർ പാനൽ 15 വാട്ട് 12 വാട്ട് 1. 4. solar cells 0.45 watt per 57 meter 125 megawatt per centimeter square 540 cells. 5. connecting wires 1 square millimeter PVC cable ആവശ്യമുള്ളത്ര. 6. gang box ഒരു സ്വിച്ച് സഹിതം F type 1 way 250 watts by 5A 4. 7. wired solar cells fix ചെയ്യാൻ അനുയോജ്യമായ പാനൽ ഫ്രെയിം 4. 8. LED lamp ഷാഡും റിഫ്ലക്ടറും സഹിതം 12 വോൾട്ട്സ് ബൈ 3 വാട്ട്സ് 4. പ്രൊസീജിയർ. ടാസ്ക് 1. ഒരു പാനൽ പ്രകാശിപ്പിക്കുന്നതിന് ആവശ്യമായ സെല്ലുകളുടെ എണ്ണം കണക്കാക്കുക. ലാമ്പ് വോൾട്ടേജ് 12 വോൾട്ട്സ് എന്നും പവർ 3 വാട്ട്സ് എന്നും കരുതുക. 1. ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് സോളാർ സെൽസ് ഇൻ സീരീസ് ഗ്രൂപ്പ്. നമ്പർ ഓഫ് സെൽസ് ഇൻ സീരീസ് ഗ്രൂപ്പ് is equal to total required voltage divided by volt by cell. One cell is equal to 0.45 volts and 57 mA equal to 12 volts divided by 0.45 equal to 27 cells. 27 multiplied by 0.45 equal to 12.15 volts. Considering line losses voltage of 0.15 volts taken as extra. 0.15 volts taken for lines. Number of series group required for the correct 250 mA equal to current required for one lamp divided by current in one series group. LED lamp requires 250 mA equal to 250 mA divided by 57 mA equal to 4.38 equal to 5 groups. Task 2. സോളാർ പാനലിന്റെ അസംബിളും അതിന്റെ ഇൻസ്റ്റാളേഷൻ. സ്റ്റെപ്പ് 1. സോളാർ സെൽസ് ശേഖരിച്ച് സീരീസ് കണക്ഷൻ ഉണ്ടാക്കുക. സീരീസിൽ 27 സെൽസ്. സ്റ്റെപ്പ് 2. 5 സീരീസ് കണക്ഷൻ തയ്യാറാക്കി പാരലലിനു വേണ്ടി അവ വയർ ചെയ്യുക. സ്റ്റെപ്പ് 3. മൊത്തത്തിൽ സമാനമായ 4 സോളാർ പാനലുകൾ നിർമ്മിക്കുക. സ്റ്റെപ്പ് 4. അനുയോജ്യമായ സ്ഥാനങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് സൂര്യപ്രകാശം 4 പാനലുകൾക്കും സോളാർ പാനലിൽ നിന്നും ഏറ്റവും കുറഞ്ഞ അകലത്തിൽ ലാമ്പ് പൊസിഷനും സ്വിച്ച് പൊസിഷനും ലൊക്കേറ്റ് ചെയ്യും. ലാമ്പ് പൊസിഷൻ കണ്ടെത്തുക. 4 പാനലുകൾക്കും സോളാർ പാനലിൽ നിന്നും ഏറ്റവും കുറഞ്ഞ അകലത്തിൽ ലാമ്പ് പൊസിഷനും സ്വിച്ച് പൊസിഷനും ലൊക്കേറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 2. ഗാങ് ബോക്സിലേക്കും ലാമ്പിലേക്കും പാനൽ വൃത്തിയായി വയർ ചെയ്യുക. PVC കണ്ട്യൂട്ട് അല്ലെങ്കിൽ PVC കേസിംഗ് ആൻഡ് ക്യാപ്പിംഗിൽ വയറിംഗ് നടത്തി സൗന്ദര്യാത്മക രൂപം നൽകുക. സ്റ്റെപ്പ് 3. ലാമ്പ് അസംബ്ലി ഫിക്സ് ചെയ്ത് സ്വിച്ച് കൺട്രോൾ സഹിതം വയറിംഗ് പൂർത്തിയാക്കുക. സ്റ്റെപ്പ് 4. എന്തെങ്കിലും ഷോർട്ട് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് തകരാറുണ്ടായെന്ന് വയറിംഗ് പരിശോധിക്കുക. സ്റ്റെപ്പ് 5. പാനൽ ടെർമിനലുകളിൽ വയർ ബന്ധിപ്പിച്ച് ലാമ്പ് ടെർമിനലിലെ വോൾട്ടേജ് അളക്കുക. സ്റ്റെപ്പ് 6. ലാമ്പ് കണക്ട് ചെയ്ത് പ്രകാശത്തിനായി സ്വിച്ച് പ്രവർത്തിപ്പിക്കുക. സ്റ്റെപ്പ് 7. അപ്രൂവലിനായി നിങ്ങളുടെ ഇൻസ്ട്രക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുക. ടാസ്ക് 4. മിഡ് ക്ലാമ്പ് റൂഫ് ടോപ്പിൽ സോളാർ പാനൽ അസംബിളും ഇൻസ്റ്റാളും ചെയ്യുക. സ്റ്റെപ്പ് 1. സോളാർ പാനൽ ഇൻസ്റ്റാളേഷനു വേണ്ടി ഷെയ്ഡിംഗ് ഇല്ലാത്ത റൂഫ് തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 2. സോളാർ പാനൽ സ്ഥാപിക്കുന്ന ദിശയിൽ കൂടുതൽ സൂര്യരശ്മികൾ
ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എല്ലാ ദിവസവും കഴിയുന്നത്ര സൂര്യപ്രകാശം ലഭിക്കുന്ന സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ മേൽക്കൂരയുടെ ഒരു പ്രദേശം തിരഞ്ഞെടുക്കുക. സോളാർ പാനലുകൾ ഒന്നുകിൽ റൂഫിന്റെ നിലത്തോ സ്റ്റാൻഡിലോ ഘടിപ്പിക്കാം, അല്ലെങ്കിൽ സൂര്യന്റെ നേരിട്ടുള്ള കിരണങ്ങളിലേക്കുള്ള ആക്സസിബിലിറ്റിയുടെ സ്ഥാനം പരമാവധിയാക്കാൻ ഒരു കോണിൽ ഘടിപ്പിക്കാം. സ്റ്റെപ്പ് 3, M8x25 കോൺടാക്ട് ബേസ് പൈപ്പ് സഹിതം കോൺട്രാക്ട് പൈപ്പ് ശേഖരിക്കുക. സ്റ്റെപ്പ് 4, കോൺടാക്ട് സപ്പോർട്ട് പൈപ്പും കോൺടാക്ട് പൈപ്പും M8x25 സ്ക്രൂ കൊണ്ട് ഫിക്സ് ചെയ്യുക. സ്റ്റെപ്പ് 5, 2 ഫിക്സ്ഡ് ടൈൽ റാക്ക് എടുത്ത് റെയിൽ കൊണ്ട് അവ പൊസിഷൻ ചെയ്യുക. സ്റ്റെപ്പ് 6, റാക്കിൽ ഒരു പാനൽ വെക്കുക. ഹോൾഡ് ചെയ്യാനായി 2 എൻഡ് ക്ലാമ്പുകൾ ഉപയോഗിച്ചത് ഫിക്സ് ചെയ്യുക. ശ്രദ്ധിക്കുക, റെയിൽ ഡിസ്റ്റൻസിന്റെ എൻഡ് <25 mm to 30 mm ആയിരിക്കണം. സ്റ്റെപ്പ് 7, മോഡ്യൂളുകളും മിഡ് ക്ലാമ്പും എൻ ക്ലാമ്പും ഇൻസ്റ്റാൾ ചെയ്യുക. സ്റ്റെപ്പ് 8, പാനലുകൾക്കിടയിൽ മിഡ് ക്ലാമ്പ് ഫിക്സ് ചെയ്ത് പാനൽ ഇൻസ്റ്റാൾ ചെയ്യുക. സ്റ്റെപ്പ് 9, പരമാവധി പവർ ഉൽപ്പാദിപ്പിക്കുവാനായി മാനുവലിന്റെ സഹായത്താൽ സോളാർ പാനലുകൾക്കായി ഏറ്റവും മികച്ച പെർഫെക്റ്റ് ആംഗിൾ തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 10, ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് റൂഫ് തുളയ്ക്കുക. സ്റ്റെപ്പ് 11, സ്ക്രൂ ഉപയോഗിച്ച് ഫ്രെയിം ഫിക്സ് ചെയ്തിട്ട് ഫ്രെയിമിൽ പാനൽ വയ്ക്കുക. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ ഒരു സീരീസ് പാരലൽ കോമ്പിനേഷൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് കണക്കാക്കുന്നത്, ലാബിൽ ആവശ്യമായ 4 LEDs ഫിക്സും വയറും ചെയ്യുന്നത്, മിഡ് ക്ലാമ്പിലും റൂഫ് ടോപ്പിലും സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും എന്നിവ സംബന്ധിച്ചാണ്. നന്ദി. ഒരു ശുഭദിനം ആശംസിക്കുന്നു.